ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. ഇതളൂർന്നു വീണ പനിനീർദളങ്ങൾ തിരികെ ചേരും പോലെ. കുഞ്ഞാമൻ തന്റെ ആത്മകഥയിൽ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അധ്യാപനം ഒരു തൊഴിലാണ്, കൂലി വാങ്ങി ചെയ്യുന്ന തൊഴിൽ. കുട്ടികളുടെ മുടിമുറിപ്പിക്കൽ അധ്യാപകരുടെ പണിയല്ല, അതിന് ബാർബറുണ്ട്. അധ്യാപകർ ചാരപ്പണിയെടുക്കേണ്ടവരല്ല. കുട്ടികൾ ആരെ പ്രണയിക്കുന്നുവെന്ന് സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കുശുകുശുക്കേണ്ടവരല്ല. കുട്ടികളെ കളിയാക്കേണ്ടവരല്ല. കുട്ടികൾ അനുസരിച്ചില്ലെങ്കിൽ തല്ലി നേരെയാക്കാമെന്ന് കരുതേണ്ടവരുമല്ല. കുട്ടികളെ ബോഡി ഷെയിം ചെയ്യേണ്ടവരുമല്ല. അധ്യാപകർ കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഒന്നുമാകേണ്ട. മുന്നിലിരിക്കുന്ന കുട്ടികളെ സ്വതന്ത്ര വ്യക്തികളായി മാത്രം കണ്ടാൽ മതി. കുട്ടികളെ കേട്ടാൽ മതി. അങ്ങനെയൊരു ടീച്ചറാവുക. അധ്യാപകർ ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യരാവുക. എന്നിട്ട് ദൈവമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. നനയുമിരുളിൻ കൈകളിൽ നിറയെ മിന്നൽ വളകൾ. നിങ്ങൾ എല്ലാത്തിനും അതീതരായിരിക്കണം എന്ന സന്ദേശമാണ് കുഞ്ഞാമൻ വിദ്യാർത്ഥികൾക്ക് നൽകാറ്. ബെസ്റ്റാകാൻ ശ്രമിക്കരുത്, വ്യത്യസ്തനാകാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങളെക്കാൾ കൂടുതൽ ബുദ്ധിശക്തിയും സൗന്ദര്യവും സമ്പത്തും ഉള്ളവരായിരിക്കും. അവരിൽ നിന്ന് വ്യത്യസ്തരാകുകയാണ് വേണ്ടത്. ചിലരുണ്ട്, ആൾക്കൂട്ടത്തിൽ നിന്നാലും നാം അവരെ ശ്രദ്ധിക്കും. അതവർ വ്യത്യസ്തരായതുകൊണ്ടാണ്, ബെസ്റ്റായതുകൊണ്ടല്ല. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും. ഇതളൂർന്നു വീണ പനിനീർദളങ്ങൾ തിരികെ ചേരും